ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇത് അടച്ചിട്ട മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ആണ്. എന്തൊക്കെ ഡോക്യുമെന്റുകൾ ആണ് ഇതുവരെയും സമർപ്പിച്ചിട്ടുള്ളത്? ഇക്കാര്യങ്ങൾ പൂർണ്ണമായും പറയുക എന്നത് സാധ്യമല്ല, വിവരങ്ങൾ പങ്കുവെക്കുക എന്നതും സാധ്യമല്ല. 12-ാം തീയതി കോടതി വിധി പറയുമ്പോൾ എന്തുകൊണ്ട് ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അന്വേഷണ സംഘം ആവർത്തിച്ച് വ്യക്തമാക്കിയത് ദിലീപാണ് ഇതിൽ കുറ്റക്കാരൻ എന്നും ഗൂഢാലോചന നടത്തിയത് എന്നുമാണ്. അങ്ങനെയുള്ള ദിലീപ് എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോന്നത്? അവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, പൊതുസമൂഹത്തിന്റെ നിലപാടുകളോ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ അഭിപ്രായങ്ങളോ ലേഖനങ്ങൾ എഴുതുന്നവരോ സോഷ്യൽ മീഡിയകളിൽ എഴുതുന്നവരോ ഇവരൊക്കെ അവരുടെ മനോനിലയ്ക്കനുസരിച്ചുള്ള പ്രതികരണങ്ങളാണ് നടത്തുക. പക്ഷേ കോടതിക്ക് വേണ്ടത് ഒരു കുറ്റം ഒരു വ്യക്തിയിൽ ചാർത്തപ്പെട്ടാൽ ആ കുറ്റം ചെയ്തതിൻ്റെ തെളിവുകൾ ആണ്. സാക്ഷികളുടെ മൊഴികൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ തെളിവുകൾ അതുമായി പൊരുത്തപ്പെടുന്നുണ്ടോ, സാഹചര്യ തെളിവുകൾ ഇതിനെ ശരിവെക്കുന്നതാണോ, ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഒരു കോടതിക്ക് ഒരാളെ കുറ്റക്കാരനെന്ന് വിധിക്കാൻ സാധിക്കൂ. കാരണം നമ്മുടെ നാട്ടിൽ നിരവധിയായ ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്നുണ്ട്. പല ആളുകളും പലർക്കുമെതിരെ ആക്രമണം നടത്തുന്നുണ്ട്, ചിലർ കൊലപാതകം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന കുറ്റക്കാർ മുഴുവൻ ഇതിന് പ്രേരിപ്പിച്ചത് മറ്റൊരാളാണ്, ഇവർക്ക് വേണ്ടിയാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്തുക ഏറെ പ്രയാസകരമാണ്. അവിടെയാണ് ഈ കുറ്റവാളികൾ നൽകുന്ന മൊഴികളും അവരുടെ പ്രതികരണങ്ങളും വിശ്വസനീയമാണോ? വിശ്വസനീയം എങ്കിൽ അതിന് തെളിവുകളുണ്ടോ? ഇവിടെ ഇതാ പൾസർ സുനിയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് നടൻ ദിലീപിന് വേണ്ടി നടത്തിയ കൊട്ടേഷൻ ആണ് എന്ന്. താൻ ആവശ്യപ്പെട്ട തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൾസർ സുനി ജയിലിൽ നിന്നുകൊണ്ട് ദിലീപിനെ ബന്ധപ്പെട്ടു എന്നത് അടക്കമാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് അതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ സാധിച്ചോ? അതറിയണമെങ്കിൽ കോടതി വിധി വരണം. മറ്റൊന്ന്, 2013 കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ ആയിരുന്നു നടിയുടെ നഗ്നദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് സുനിയുമായി കരാറിൽ ഏർപ്പെട്ടത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിന് തെളിവുകൾ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചോ? 2015 തൃശൂർ ജോയ്സ് പാലസ് ഹോട്ടലിൽ നടനെ കണ്ട് പണം വാങ്ങി പൾസർ സുനി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2016 നവംബർ 8-ാം തീയതി ദിലീപിന്റെ കാരവനിൽ ഇരുവരും ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു. ഇതിന് എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ സാധിച്ചത്? ഈ പണം കൈമാറിയതിന്റെ തെളിവുകളുണ്ടോ? എത്ര തുകയാണ് കൈമാറിയത്? ഇതുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടെങ്കിലും കോടതിക്ക് വേണ്ടത് അതിന്റെ ആധികാരികമായ വിവരമാണ്. മറ്റൊന്ന്, രാംലീലയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ ഷൂട്ടിങ്ങിനിടെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ദിലീപ് ആശുപത്രിയിൽ പോയി എന്നത് അതൊരു രക്ഷപ്പെടലിന് വേണ്ടി മനഃപൂർവ്വമായി ബോധപൂർവമായി ആശുപത്രിയിൽ പോയത് എന്നുള്ളതാണ്. ഒപ്പം പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളിൽ 28 പേർ കൂറുമാറിയിരുന്നു എന്നുള്ളതാണ്. കൂറുമാറുക എന്ന് പറയുമ്പോൾ പോലീസിന് അവർ നൽകുന്ന മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി കോടതിയിലേക്ക് എത്തുമ്പോൾ ആ മൊഴി പോലീസ് തയ്യാറാക്കിയതാണ് എന്നും അങ്ങനെയല്ല ഞങ്ങൾ മൊഴി നൽകിയിട്ടുള്ളത് എന്നും പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. സിദ്ദിഖിനെ പോലെ, ഇടവേള ബാബുവിനെ പോലെ, നാദിർഷായെ പോലെയുള്ള, ഹാമിയെ പോലെയുള്ള ആളുകൾ ആണ് മൊഴി നൽകിയിരുന്നത്. അവർ ആണ് പിന്നീട് മൊഴി മാറ്റിയത്. മാത്രവുമല്ല, ദിലീപ് ചികിത്സയ്ക്കെത്തിയ ആശുപത്രിയിലെ ഡോക്ടർമാരും പറയുന്നു അത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നൽകിയ മൊഴിയാണ്, അങ്ങനെയല്ല സംഭവിച്ചത് എന്ന്. ഇന്നലെ രാമൻ, അതായത് ദിലീപിന് വേണ്ടി ഹാജരായിട്ടുള്ള രാമൻപിള്ള ഉൾപ്പെടെയുള്ളവരുടെ അസോസിയേറ്റ്സ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവിതയുടെ അമ്മ പോലും ദിലീപുമായി നടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് മൊഴി നൽകിയിട്ടില്ല. രമ്യ നമ്പീശൻ അങ്ങനെ മൊഴി നൽകിയിട്ടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ വസ്തുതാപരമാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. അത് ഈ വാദത്തിൻ്റെയും പ്രതിവാദത്തിൻ്റെയും വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ദിലീപ് എന്ന നടൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നത് സംബന്ധിച്ച ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നത് കോടതിക്കും അന്വേഷണ സംഘത്തിനും മാത്രമേ സാധിക്കൂ. കോടതിക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് നീതി ഉറപ്പാക്കേണ്ട സംവിധാനമാണ് കോടതികൾ. പക്ഷേ ആ നീതി നിയമത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ ഒരു കോടതിക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എതിരായ തെളിവുകൾ കൃത്യമായി ശേഖരിച്ച അന്വേഷണ സംഘം എന്തുകൊണ്ട് ഈ ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ട് എന്നത് തെളിയിക്കപ്പെടാതെ പോയി എന്നുള്ളിടത്താണ് ഈ സംശയമുണ്ടാകുന്നത്. അതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണോ, അത് അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പറ്റാത്ത വീഴ്ചയാണോ ഉണ്ടായത്? അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടത്. അവിടെയാണ് ഇനി ദിലീപിന്റെ നീക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ?
ആരാണ് ഗൂഢാലോചന നടത്തിയത്? ദിലീപാണ്. അത് ഏറ്റവും നന്നായി അറിയാവുന്നത് മറ്റാർക്കുമല്ല, ദിലീപിന് മാത്രമാണ്. അപ്പോൾ ദിലീപ് അല്ല ഈ കുറ്റകൃത്യത്തിന് പിന്നിലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളൊക്കെ പറയുന്നത് പോലെ അഗ്നിശുദ്ധി വരുത്താൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അത് മേൽക്കോടതിയെ സമീപിക്കുക എന്നതാണ്. മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ ദിലീപ് ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ പോലീസ് ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെയാണ് വേണ്ടത്. അത് അന്വേഷിക്കാൻ ദിലീപിന്റെ ഭാഗത്ത് നിന്നാണ് മേൽക്കൈ ഉണ്ടാകേണ്ടത്. ആ നടപടികളിലേക്ക് ദിലീപ് പോകണമെങ്കിൽ ഇനിയും നമ്മൾ കാത്തിരിക്കണം. 12-ാം തീയതി വരെയാണ് കാത്തിരിക്കേണ്ടത്. 12-ാം തീയതി ഉത്തരവിറങ്ങിയതിനു ശേഷം ദിലീപിന്റെ തുടർ നീക്കം എന്ത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അവിടെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നത് നിർണായകമാകുന്നത്. കോടതി എന്തുകൊണ്ടാണ് ഗൂഢാലോചന കുറ്റം തള്ളുന്നത്? അവിടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണോ? സംശയം കോടതിക്കുണ്ടാകാം, പക്ഷേ തെളിവാണ് പ്രധാനം. തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഗൂഢാലോചന തള്ളുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ദിലീപിന് മുന്നോട്ട് പോവുക എന്നത് അസാധ്യമാണ്. അതായത് ദിലീപിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് തള്ളാനുള്ള കാരണം അതിൻ്റെ തെളിവുകൾ കൃത്യമായി യോജിക്കുന്നതാണോ എന്നുള്ളതാണ്. ഒന്നു മുതൽ, അതായത് പൾസർ സുനിയാണ് ഇതിന്റെ കേന്ദ്രമെന്നത് നമുക്കറിയാം. അതുമുതൽ പ്രദീപ് വരെയുള്ള ഗൂഢാലോചന കൃത്യമായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചു. ഇവർ കണക്റ്റഡ് ആയിരുന്നു എന്ന്, ഇവർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന്. അങ്ങനെയാണ് നടി സഞ്ചരിച്ച വാഹനം, മഹീന്ദ്രയുടെ വാഹനത്തിലേക്ക് മറ്റൊരു വാഹനം വന്ന് ഇടിച്ചത് എന്ന്, ആ ഇടിച്ചതിന് ശേഷം ഇവർ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിനകത്ത് കയറിയത് എന്ന്, പിന്നീട് ശരത്ത് ഉൾപ്പെടെയുള്ളവർ മറ്റൊരു ഘട്ടത്തിൽ വാഹനത്തിന്റെ ഭാഗമായത് എന്നൊക്കെ അന്വേഷണ സംഘത്തിന് കൃത്യമായി കണ്ടെത്താനും അതിന്റെ തെളിവുകൾ സമർപ്പിക്കാനും സാധിക്കുമ്പോഴും ഇവരുമായി നടൻ ദിലീപ് ബന്ധപ്പെട്ടതിന്റെ എന്ത് തെളിവുകളുടെ അഭാവമാണ് ഉണ്ടായത്? അതിനെ അനുസരിച്ച് മാത്രമായിരിക്കും. അതിലിനി അറിയേണ്ടത് മഞ്ജുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ദിലീപ് ഇന്നലെ പറഞ്ഞു വെച്ചത് മഞ്ജുവിൽ നിന്നാണ് തനിക്കെതിരായ ഗൂഢാലോചനയുടെ തുടക്കം എന്നാണ്. ശരിയാണ്, പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ആ സിനിമാ കൂട്ടായ്മയിൽ, അതായത് നടിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയിൽ മഞ്ജു വാര്യർ പറഞ്ഞത് ഇതിലൊരു ഗൂഢാലോചനയുണ്ട്, ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അത് പുറത്തു വരണം എന്നുള്ളതാണ്. അവിടെയാണ് ദിലീപ് പറഞ്ഞു വെച്ചത് ഈ ഗൂഢാലോചനയ്ക്ക് പോലീസിന്റെ സഹായം ലഭിച്ചു എന്ന്. അതും സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ്, IG ബി സന്ധ്യയ്ക്ക് നേരെയാണ് ആരോപണം ഉയരുന്നത്. നമുക്ക് സംരക്ഷണം ഒരുക്കേണ്ട, സത്യം പുറത്തു കൊണ്ടുവരേണ്ട ഒരു പോലീസ് സംവിധാനം അങ്ങനെ ഒരു ഗൂഢാലോചന സൃഷ്ടിക്കുകയും അതിൻ്റെ ഭാഗമായാണ് തന്നെ, ഈ നിരപരാധിയായ തന്നെ ഇതിന്റെ ഭാഗമാക്കിയത് എന്ന നിലപാടിൽ ദിലീപ് ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് പോലീസ് സംവിധാനത്തിന് എതിരെ പരാതി നൽകേണ്ടത്. അങ്ങനെ ഒരു പരാതിയുമായി ദിലീപ് മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഒരു പക്ഷേ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കാം ഇതിൽ ദിലീപ് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതാണ് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമെങ്കിൽ ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഇതിൻ്റെ രാഷ്ട്രീയമാണ്. അവിടെ പ്രേക്ഷകരെ എടുത്തു പറയേണ്ടത്, ഒരു ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അടക്കം പറഞ്ഞിരുന്നു ഇതിൽ മറ്റാർക്കും പങ്കില്ല, ഗൂഢാലോചനയില്ല എന്നും, ഇത് പ്രതികളുടെ മനോനിലയിലുണ്ടായ ഒന്നാണ് എന്നും, അതായത് പൾസർ സുനിയെ പോലെയുള്ളവർ ഇതിൻ്റെ പിന്നിലെ ഒരു ഗൂഢാലോചന സൃഷ്ടിച്ചെടുത്തതാണ് എന്ന്. പക്ഷെ പിന്നീട് അന്വേഷണ സംഘം ഇതിനൊരു ഗൂഢാലോചനയുണ്ട് എന്നതിലേക്ക് എത്തുമ്പോൾ ആ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായ പിന്തുണയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയത്. ഒരു സമ്മർദ്ദങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വഴങ്ങിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട്